എന്താ പറയാനുള്ളത്? ഏച്ചി പറയണം. ഏച്ചി പറ. 7 മണി ആവുന്നുള്ളൂ. ഒന്ന് ആദ്യം പറയും. എന്താ ആദ്യം? ഇന്നത്തെ ദിവസം പ്രത്യേകത എന്താ? വേഗം പറയും. സ്പെഷ്യൽ ഡേ ആണ്. ആരെ സ്പെഷ്യൽ ഡേ? ആരെ സ്പെഷ്യൽ ഡേ ആണ്? അമ്മേന്റെ. എന്തിന്റെ? അമ്മേന്റെ 51ാം വയസ്സ്. അവിടെ പ്രായം പറയുന്ന പൊടാ. അമ്മമ്മന്റെ 51ാം വയസ്സാ. ടട്ടാസ് കളിക്ക് പോയി ടട്ടാസ് ഇട്. പറയണോ എന്താടോ എന്താടോ ബർത്ത്ഡേകാരി ഇമ്പളെ അമ്പലത്തിൽ പോവാൻ ഇറങ്ങിയപ്പോഴാണ് വള ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി നോട്ടണ്ടേ എവിടെയാണ് ഉള്ളത്. ഇനി വള തരിയാണോ എന്ന് ആർക്കറിയാം. ഓ ഡൈസ് വള തരിയുടെയാണ് എൻ്റെ അമ്മ. വള വള ഇടാൻ വിട്ടായി അല്ലേ? അങ്ങനെ ഇത് ഞാൻ എനിക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ടുവന്ന സാധനം. പക്ഷേ ഇത് അമ്മയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇത് മറന്നേറ്റെന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ മേക്കപ്പ് സാധനങ്ങൾ പറഞ്ഞാൽ ഇതാണ് അമ്മേൻ്റെ മേക്കപ്പ് സാധനങ്ങൾ കേട്ടോ. മുടി ഇടുന്ന ക്ലിപ്പ്, കമ്മൽ, ഒരു ക്യൂട്ടസ്, ഇത് മാത്രമേ എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ പൗഡർ അമ്മ ഒരു ഐറ്റംസുള്ളൂ. ലിപ്സ്റ്റിക്ക് ആ സംഭവമില്ല. നാച്ചുറൽ ബ്യൂട്ടിയാണ് എൻ്റെ അമ്മ. കണ്ടാ പറയൂ. ആ മൊട്ടൊന്ന് കാണിച്ചു. നാച്ചുറൽ ബ്യൂട്ടി ഒന്ന് കാണിച്ചു. എന്താ ചിരി, ആ ചിരിയിലുണ്ട് നാച്ചുറൽ ബ്യൂട്ടി. അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഞങ്ങൾ ഒറ്റ ഹെൽത്ത് നോക്കുന്നതാണ്. ഫുഡിന്റെ മേലെ ഹെൽത്ത് അല്ല അതുള്ള കാര്യല്ലേ. അത് ഏറ്റവും വലിയ ടോക്സിക് സാധനങ്ങളല്ലേ അത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഇതാ നിങ്ങളെ ഇപ്പോഴും ചുളിയാത്ത നല്ല സുന്ദരി കുട്ടിയായിരിക്കുന്നത് അല്ലേ? ഇതെന്താ ഡിസൈനാ ഈ മുടി? അയ്യോ അപ്പോ ബർത്ത്ഡേ വാ. ഞങ്ങള് എവിടോട്ടാ പോണമ്മേ? പറഞ്ഞു കിട്ടി. ഇങ്ങോട്ടാ പോണേ? മേൽപ്പഴനി അമ്പലത്തിൽ. കുറെ കാലായി പറയുന്നു. അപ്പൊ ഇന്ന് ഞങ്ങള് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇങ്ങനെ മാറ്റിയൊക്കെ ഇറങ്ങി 6 ഇറങ്ങാന്ന് പറഞ്ഞിട്ട് 6:50 ഒറ്റ കാരണമുള്ളൂ, ഏച്ചിയാണ് നേരെ വെച്ചത്. എങ്ങനെ ഇരിക്കുന്നു അവസാനം എന്റെ തലയിൽ ഞാനാണ് നീറ്റ് ഫ്രഷായി എല്ലാ കാര്യങ്ങളും ചെയ്ത്. നിങ്ങളൊക്കെ അമ്മ എന്തൊക്കെ എടുക്കുന്ന അതിനിടയ്ക്ക് എന്റെ കണ്ണൊന്നും എഴുതി. അതാണ് നേരെ വൈകിയത്. അതാണ് ആയിട്ടിട്ട് അമ്മനെ കണ്ടുപിടിക്കണം. കണ്ണ് എഴുതുന്ന പരിപാടി ഒന്നും എൻ്റെ അമ്മക്കില്ല. ഇവിടെ അച്ഛൻ ആദ്യനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ നോക്കുന്നു. ടാറ് പോയാലോ എന്ന്. ഇവന് ടാറ് എന്ന് പറഞ്ഞാൽ അലർജിയാണ് ഡേയ്സ്. ഒരു മൂടില്ല ഡേയ്സ് ആദിക്ക്. അപ്പം ഞാൻ പറയാം എന്ത് ചെയ്യാം, നേരെ മേൽപ്പയണിക്ക് പോവാ അല്ലേച്ചേ? ഓക്കേ. ഞങ്ങൾ മേൽപ്പയന് എത്തിയില്ല അമ്മേ. കുറേ കാലത്തിന് ശേഷം അമ്മ പറഞ്ഞ പോലെ എത്തി. അല്ല അമ്മ കുറേയായി പറയുന്നു. അമ്മ കുറേയായില്ല അമ്മ പറയുന്നു മേൽപ്പയനി പോണെന്ന് അല്ലേ? ആ കുറേയായി. പിഞ്ചേച്ചി അതിന് മുന്നേ പറഞ്ഞിരിക്കുന്നു അമ്മനോട്. പറഞ്ഞിരിക്കണേ. പക്ഷെ ബീനേച്ചി പോയി പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഇത് ഉണ്ട് എന്നുള്ളത് പറഞ്ഞത്. ഇപ്പം ഞങ്ങൾ അമ്പലത്തിൽ ആഗ്രഹമുണ്ട്. ഞങ്ങൾ അമ്മേൻ്റെ പേരിൽ വഴിപാട് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ നെയ്വിളക്കിന് ഷീട്ടാക്കി കേട്ടോ. ഫസ്റ്റ് ടൈം വന്നതിനെ കൊണ്ട് ഏതൊക്കെയാണെന്ന് അറിയില്ല. ഞങ്ങളിവിടെ ചോദിച്ചു. അപ്പോൾ നെയ്വിളക്കായിട്ട് പോവുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റൂല. അതാണ് കേട്ടോ.
നമ്മളങ്ങനെ ആദ്യം എന്തോ കണ്ടിട്ടുണ്ട്. ആദ്യം എന്തായി നീ കണ്ടത്? പോവാ ഭക്ഷണം കഴിക്കാലോ. പോവാ ഏച്ചെന്താ നോട്ടുന്ന വെച്ചാ മൂട് എന്താ വേണോ? അന്തവിദൂരയിൽ നിന്ന് ഏച്ചി വരുന്നുണ്ട് ഗൈസ്. ഏച്ചി അച്ഛനും അമ്മയും വരുന്നുണ്ട്. ചായ കുടിച്ചിട്ടില്ല. ആദ്യം അന്നദാനം ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്ന് അടിച്ച് ആദ്യം ഫുഡ് കടി കഴിഞ്ഞു ഇവിടെ ആയിരുന്ന. അവർ ഞാൻ മെല്ലെ മെല്ലെ നടന്ന് വരികയാണ് ഗൈസ്. എന്താ ചെയ്യാ? ഓ എന്നോട് പറഞ്ഞില്ല, എനിക്ക് അമ്മച്ചന് ഇഷ്ടമല്ലേ രാവിലെ തോക്കിട്ടാൻ വേണ്ടി എന്നോട് പറയാ. അമ്മച്ചൻ പറഞ്ഞാൽ ഞാൻ ഉപ്പുമാവ് തിന്നോളാം. എന്തിനു? തോക്കിട്ടാൻ വേണ്ടിട്ട്? തോക്കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ അമ്മമാർ ഇങ്ങനെ കൈ പിടിച്ച് നടത്തണം. കണ്ടില്ലേ കണ്ടില്ലേ കണ്ടില്ലേ? ഇവിടെ ഫോട്ടോ എടുത്ത് നടത്തി അമ്മ. എന്ത് ഒന്നും അറിയില്ല. ഫോട്ടോ എടുത്ത് വിടുട്ടോ. ചിരിക്കുന്നോട്ട് സാധനം മോനെ ട്രോളിയിട്ട് ഞാൻ അങ്ങനെയാണോട്ടോല്. മോനെ എനിക്ക് ഫ്രീ ആയിട്ട് നടക്കണല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഞാൻ മെല്ലെ വിട്ടിട്ട് ഫോട്ടോ അല്ലാണ്ട് ഇവ വിടുന്നല്ലോ. ഞാൻ ഉദ്ദേശിച്ച ഞാൻ ഇരിക്കില്ലേ ഫ്രീ ആയിട്ട് നടക്കണം. അപ്പൊ ഞാൻ കൈ വല്ല ഞാൻ കരുതി നടക്കും. അല്ല ഇപ്പൊ തന്നെ 30 ടൈം ഇടത്തി ഇല്ലല്ലേതാ ഇപ്പൊ പിടിച്ചതാണ് ടൈസ്. ഞങ്ങൾ ഏച്ചിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ചോദിക്കുന്നത്. ഏച്ചിക്ക് അറിയാം എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ കിട്ടൂലെന്ന്. ഷീ നോസ് ദാറ്റ് മീ. പിന്നെ കിട്ടണമെങ്കിൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. ഏച്ചേ നീ ബാക്കിയും പറ്റി ചായ പിടിക്കുമ്പോഴാണെന്ന് അറിയാം. വേണ്ട അപ്പൊ നേരത്തെ ചായ എടുത്തിട്ടുണ്ടാവില്ല. എടുക്കാൻ പറ്റില്ല. നോ വീഡിയോഗ്രാഫി. പറ്റൂലാണ്. ഞാൻ ഏച്ചിക്ക് മേടിച്ചൊട്ടാന്ന് പറഞ്ഞു ഡൈസ്. അപ്പം തപ്പാൻ തുടങ്ങിയതാ. ഇതുവരെ തപ്പൽ കഴിഞ്ഞിട്ടില്ല. അഫോർഡബിൾ റേറ്റ് ആണ് മാത്രമേ ഞാൻ മേടിക്കുള്ളൂ. ഇത് ചേച്ചി ഇത് രസമുണ്ട് കേട്ടോ, കുഴപ്പമില്ല. ഓ ചേച്ചി ഇട്ടുവോ? ആ ഇത് അമ്മച്ചൻ മേടിച്ചു കൊടുത്തതാ. അത് അടാ വേണ്ട, അത് അടക്കി ചേച്ചിയെ ടൈലടിക്ക്. ചേച്ചി ഇഷ്ടമായി എടുത്തോ. അമ്മക്ക് ഇടാ മുടി വേണ്ടടാ. നമുക്ക് മുടി ഇവിടെ എടുത്തോണ്ടോല്ലാന്ന് തൊട്ടറിയാം. അമ്പലല്ലേ എന്താ അവസ്ഥ? നറൂട്ടോയോ? നറൂട്ടോ അല്ലത്, ഇത് വേറെ ഏതാണ് എനിക്കറിയില്ല. ഇതിപ്പോ തൊണ്ടാലേക്കുന്നേ. കിട്ടിയാ? അതെയാ? അമ്മ കൊഴിഞ്ഞ് അമ്മേനെ പിറന്നാളാ. എന്നിട്ട് അമ്മേനെ അവിടെ പണിയാക്കിയിട്ട് ഇവിടെ വേറെ ആൾക്കായിരുന്നു നോക്കുക. മതിയോ? ഓക്കെ. ഞങ്ങളങ്ങനെ അമ്പലത്തിൻ്റെ ചായക്കുടി കഴിഞ്ഞ് ഞങ്ങളെ മെയിൻ ചായക്കുടിക്ക് വേണ്ടിയിട്ട് നമ്മളെ കാലന്തൂരുള്ള ഹോട്ടലിലെത്തി. ഞങ്ങൾ പൊരിച്ചപ്പത്തിലടിക്കാനാണ് പോണത്. ഒരു മാറ്റി ഞങ്ങൾ കയറടാ. ഞങ്ങൾ ഓടി ഇരിക്കുകയാണ്. അച്ഛനാടി ഇരുന്നോടി. നമ്മളെ സ്ഥിരം സാധനമാണ് പൊരിച്ചപത്തിരി, മീൻകറി, കാശ് തെറ്റത്. പിന്നെ എടുത്തിട്ട് ഇറച്ചിയാണ് മെയിനായിട്ട്. അമ്മ അതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം കഴിക്കുന്നത് അച്ഛൻ കഴിക്കുന്നു. ചേച്ചി പനി കാരണം കട്ടനാണ് കുടിക്കുന്നത്. ഞാൻ ഞങ്ങൾ ഫുഡ് അടിച്ചു തരാം. ഹേ ഗായ്സ്, ഇതാണ് ഞങ്ങളെ അടുക്കള. ചെറിയ അടുക്കള. വർക്ക് ഏരിയ. അപ്പം ഇന്ന് ഏച്ചിയുടെ ബിരിയാണിയാണ് ഗൈസ്. എപ്പോഴും ഏച്ചിയുടെ ബിരിയാണിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട്
അപ്പൊ അത് അമ്മ അതാ കറിവേപ്പിലിട്ട് നന്നാക്കി കൊണ്ടുവരുന്നുണ്ട്. ക്ലോത്ത് വേണം. ചേച്ചി ഇതെന്താ ഇഞ്ചി ഇതെന്താ താനോ? ഇത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില, ഓ മല്ലിച്ചപ്പ്, മല്ലിയില. ബിരിയാണിന്റെ അല്ല അമ്മേന്റെ ബിരിയാണി സ്പെഷ്യൽ മസാലയാണ് അത്. അത് പാരമ്പര്യമായിട്ട് ഇന്ത്യയിലേക്ക് കൈമാറി. ഇനി ഞാനത് ആകാശിന്റെ ഭാര്യക്ക് കൈമാറുമൊക്കെ വേണമെങ്കിൽ. അതല്ല ഓള് പാരമ്പര്യമായിട്ട് ബിരിയാണിന്റെ ടേസ്റ്റ് അല്ല, ഓളിക്ക് പാരമ്പര്യമായിട്ടാ വരുന്ന ബിരിയാണി നമ്മള് എല്ലാം നമ്മൾ അറിയണല്ലോ, എല്ലാം നമ്മൾ അറിയണം. ഏതാണോ ബെറ്റർ മുന്നോട്ട് കൊണ്ടുപോകും. ഓന്റെ ഭാര്യനെ പറ്റി പറയുന്നതിന് വലിയ ലൈക്ക് ആവുന്നില്ല. എനിക്ക് അങ്ങ് കുറ്റം പറഞ്ഞില്ലല്ലോ. വന്നിട്ടില്ല അപ്പളാ വന്നിട്ടില്ല, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പത്തേക്കും ഇവിടെ ഭാര്യന്റെ വർത്താനം പട തുടങ്ങി. ഇവിടെ നാത്തൂനും അമ്മായിമ്മയും കൂടി എന്താ അവസ്ഥ? അന്നരാണുണ്ട് ഞങ്ങളെ കൊണ്ട് ഒരു ഉപദ്രവമില്ല. ഞങ്ങളായി നിങ്ങളെ വാടായി അത്രേ ഉള്ളൂ. ഈ എങ്ങനെയാണോ അങ്ങനെയായിരിക്കും എന്റെ ഓളി ഇരിക്കും. അതന്നെ. ഇപ്പൊ വരാം ഗായ്സ്. ആദ്യം എന്നെ വിളിക്കുന്നു, എന്താണെന്ന് നോക്കിയിട്ട് വരാം. വാ. എന്താ ഇത് ഗായ്സ്? ഞങ്ങൾ ഇവിടെ കുട്ടികളെ കൊണ്ട് ചാത തൊടിക്കാറില്ല. നല്ലതാട്ടോ കുട്ടികളെ ചാത തൊടിപ്പിക്കാതെ നമ്മൾ ചോദിച്ചാൽ നമ്മൾ എടുത്തു കൊടുക്കുക. കഴിക്കാൻ തീരെ പാടില്ല, വേറെ കാര്യം ശീലമായിട്ട്. മിക്സിന്റെ അടി കഴിഞ്ഞിട്ട് വരാം ഗായ്സ്. അമ്മ വരും. ആദ്യം ഇപ്പോൾ ഉള്ളി വറുത്ത് വിചാരിക്കും നമ്മൾ ഉള്ളി ഫ്രൈ ഉണ്ടാക്കുന്നതെന്ന്. കുറച്ച് കഴിഞ്ഞാൽ ആ സ്മെല്ല് വരും. അപ്പോഴാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് എന്നുള്ള ഓർമ്മ വരും. വേണ്ടോ? ഇതൊക്കെ നമ്മളെ പൊളിപ്പൻ സാധനങ്ങളാണ്. ഇതാണ് നമ്മളെ സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഗൈസ്. ഇത് നമ്മളെ ഫാമിലി സീക്രട്ട് ആണ്. ഇതാണ് നമ്മളെ ബിരിയാണിയുടെ. ഇപ്പൊ തന്നെ ആ സ്മെല്ലുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണിക്ക് ഞങ്ങൾ പണ്ടത്തെ പോലെ ദമ്മല്ല. ദമ്മ് ഞങ്ങൾ ഇട്ടും, പക്ഷെ ഈ ദമ്മ് ഒരു വെറൈറ്റി ദമ്മാണ്. ഞങ്ങളിത് ഉള്ളിട്ട് വാട്ടിയിട്ട് സെറ്റാക്കി ചിക്കനൊക്കെ വേവിച്ച് എല്ലാം കഴിഞ്ഞ അവസാനമാണ് ഞങ്ങളെ പരിപാടി. ഞങ്ങൾ ബിഗ് ബോയ് ബിരിയാണി ഹാൻഡി പോട്ടാണ്. നോൺ സ്റ്റിക്ക് ആണ്. ഞാൻ പറയുന്നത് മല്ലിപ്പൊടി ഇതല്ല, അത് മഞ്ഞൾ കൂട്ടിയാ. അല്ല കുഴപ്പമില്ലല്ലോ, എന്നോട് കുഴപ്പമുണ്ടോ? കുറച്ച് ഉപ്പിടുക. ഞങ്ങള് കല്ലുപ്പാട്ടോ. ഓരോരുത്തരും എനിക്ക് പിന്നെ കൈക്കണക്കാണ്, എനിക്ക് ഇങ്ങനെ സ്പൂൺ കണക്കല്ല. അതാണൊരു പ്രോസസ്സിംഗ്. കൈക്കണക്ക് തന്നെയാ. അല്ലെങ്കിൽ നമ്മളെ പെൺകുട്ടികള് നമ്മളെ അമ്മമാരിത് കണ്ടിട്ടല്ലേ വളരെയാ. പക്ഷെ എനിക്ക് അതാണ് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് തോന്നി. സ്പൂൺ കണക്ക് ഒരിക്കലും ശരിയാവില്ല. ഇത് പുതിയ നെയ്യാണ്. ഇവിടെ വേറെ നെയ്യുണ്ട്. ഇത് നമുക്ക് എടുത്ത് വെച്ചിട്ട് പഴയ നെയ്യുണ്ട്. പകുതി ചെറുനാരം വെച്ചിട്ടുണ്ടോ? ഇതൊക്കെ നെയ്യിന്റെ ഉറപ്പാണ്. ഇതൊക്കെ തീർന്നിട്ട് നമ്മൾ കയ്യിലിട്ട് പോയാൽ മതി. ഈ ഉള്ളി തുടക്കല്ല, ഈ ഉള്ളി തുടക്കത്തിൽ നിന്ന് ഈ കല്ലുപ്പ് ഉപ്പ് തുടക്കത്തിൽ ഇട്ട് കൊടുത്താൽ നമ്മള് ഉള്ളി വാടി കിട്ടും. പിന്നെ നമ്മൾ കാരക്കച്ചാർ മേടിച്ചിട്ടുണ്ട്. കാരക്കായി ഈ ഇവിടെ പാരകളിൽ പോകുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് ഏകദേശം ഈ മധുരമുള്ള ബീട്രൂട്ട് ആണോ കാരക്കാണെന്ന് അറിയില്ല. കാരക്കല്ലേ അച്ചാർ ഇട്ടും. ഈ ബിരിയാണിന്റെ കൂടെ ഈ അച്ചാർ എനിക്ക് എന്തോ എനിക്കറിയില്ല, വേറെ ലെവല് ടേസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ കാരക്കച്ചാർ. ഇവനങ്ങനെ കിട്ടണമെന്നില്ല. ഇന്നെന്തോ എനിക്ക് വയ്യാത്തനെ കൊണ്ടൊക്കെയാണ് ആശ അവിടെ വന്ന് കുത്തിരിക്കണേ. ബിസി മാനല്ലേ. പോസ്റ്റേഴ്സ് ഉണ്ടാക്കാണ് നമ്മള്. കാര്യം പറയാം, നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങളോട് പറയാനുള്ളത് വേറെ ഒന്നല്ല. ഇപ്പൊ കമ്പനി സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഡിസൈനിങ് ഒക്കെയാണ്. കാരണം ഒരു പാക്കേജ് ഡിസൈൻ ചെയ്യാൻ ഒരു ടീം 1500 പറഞ്ഞ്, ഒരു ടീം 3000 പറഞ്ഞ്, ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ആദ്യത്തെ ടൈമിൽ വരുമ്പോൾ ഡിസൈൻ ചെയ്യാൻ അറിയുന്നവരാണ് കുഴപ്പമില്ല. അറിയാത്തവരാണ് ട്യൂട്ടോറിയൽസ് വീഡിയോസ് ഒക്കെ ഉണ്ട് യൂട്യൂബിൽ. കയറി നോക്കിയാൽ അത്യാവശ്യം ഐഡിയ ഉള്ളവർ കയറി ചെയ്യാൻ പറ്റും. എനിക്കാണ് A to Z എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെതായ രീതിയിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യൂസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ മറ്റേ ഓൾമോസ്റ്റ് യൂസ് ചെയ്യാൻ അറിയാമല്ലോ എല്ലാവർക്കും. അപ്പോൾ പോയിന്റർ എന്താ, നമ്മൾ കട്ടിന് എന്താ, ക്രോപ്പ് എന്താ ഒക്കെ നമ്മൾ യൂട്യൂബിൽ അയച്ചപ്പോൾ ഇട്ടു ചെയ്യും. അതിനനുസരിച്ച് ഞാൻ പഠിച്ച് ആദ്യത്തെ ഇതൊക്കെ കണ്ടിട്ട് ഞെട്ടും. അമ്മ കൂത്ര സാധനം ഞാൻ ഉണ്ടാക്കി. ഇപ്പൊ ആരല്ലേ ചെയ്ത് ചെയ്ത് എന്ത്
കാര്യം നമ്മള് ചെയ്തിട്ടാണ് നമ്മള് പഠിക്കുക. അതും പാക്കേജിനാണ് നമ്മള് ഒറ്റയ്ക്ക് ഒന്നും ചെലവാക്കുകയാണ്. നമ്മള് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ ഇറക്കണം. ഞങ്ങൾക്ക് ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളിപ്പോ ചെലവാത്ത ചില പ്രൊഡക്ട്സ് ഉണ്ടാവും. കാരണം ഇത് എൻക്വയറീസ് ഇട്ടോ മില്ലറ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ മില്ലറ്റ് വലിയ മില്ലറ്റുകളൊന്നും ആൾക്കാർ മേടിക്കുന്നുണ്ട്. കാരണം ചില മില്ലറ്റിലൊക്കെ 150, 160 റുപ്യ കിലോന് വരുന്നുണ്ട്. അത് പിന്നെ നമ്മൾ പൊടിച്ച് ഉണക്കി മേടിച്ച് വെച്ച് വരുമ്പോൾ കിലോന് എത്ര റുപ്യാവും? പക്ഷെ ഇവിടെ പ്രീമിയം പ്രോഡക്ട്സ് ആണ് കൂടുതലുള്ളത്. കാരണം ആ സാധനങ്ങൾ ചേർക്കുമ്പോൾ പ്രീമിയം ആവും. നോർമൽ പ്രീമിയം ആണ്, ഓവർ ഹൈ എന്ന് പറയാനില്ല. നോർമൽ പ്രീമിയം അതും പറ്റി ടച്ചോടും ആവുന്നുണ്ട്. ആ രീതിക്കാണ് ഇപ്പൊ പോണത്. നമ്മൾ അത്ര എഫേർട്ട് ഞങ്ങൾ അതിന് എടുക്കുന്നുണ്ട്. പിന്നെ ഏതൊരു പ്രൊഡക്റ്റിനേക്കാളും അങ്ങനെ ഞങ്ങൾ എല്ലാ പ്രൊഡക്റ്റിനും ഞങ്ങൾ താഴ്ത്തി കെട്ടി പറയില്ല. എല്ലാവരും നല്ല രീതിയിൽ അധ്വാനിച്ചിട്ടും അത്ര എഫേർട്ട് എടുത്തിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അമ്മ അനിയനും മാത്രമാണ് ഇത് കൊണ്ടുപോകുന്നത്. ഇവന്ന് പറഞ്ഞൊരു 100 കൂട്ടം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ആകാശാണ് ഡിസൈനിങ് ആയിക്കോട്ടെ, ബാക്കിയുള്ള കാര്യങ്ങളാവട്ടെ ഒക്കെ ഇവനാട്ടോ ചെയ്യണത്. പിന്നെ എന്റെ അമ്മ ഓളിനോളാണ് എന്റെ അമ്മ. അമ്മ എന്ന് പറയുന്നത് ഈ എല്ലാ സാധനത്തിന്റെയും അമ്മേന്റെ പ്രൊഡക്റ്റ് ആണ്. അമ്മേന്റെ സ്പെഷ്യൽ സാധനമാണ് ബീഫ് പുട്ടും ചിക്കൻ പുട്ടും. അത് വേറെ ലെവലാണ്. അത് മുമ്പ് മാത്രമേ ഇവിടെ ഇന്ത്യയിലെ വേൾഡിൽ മുമ്പ് മാത്രമേ ഇറക്കുന്നുള്ളൂ. വേറെ ഒരു സ്ഥലത്തും ബീഫിന്റെ പുട്ടും ചിക്കന്റെ പുട്ടും ഇറങ്ങുന്നില്ല. ഇത് മിക്സ്ഡ് ഓൺലി ഫസ്റ്റ് ടൈം ഇൻ വേൾഡിൽ മുമ്പളന്നെ ഇറക്കും എന്ന് എന്റെ അറിവിലാണ്. സാധനം ഇല്ല, ഞാൻ നോക്കിയാല് ചിക്കൻ പുട്ടും ബീഫ് പുട്ടും ഞാൻ കേട്ടിട്ടില്ല. ചേച്ചി കേട്ടിട്ടുണ്ടോ പാക്കേജ് ആയിട്ട്? നോർമൽ പുട്ട് തന്നെ ചിക്കൻ ലെയർ ആയിട്ടുണ്ടോ? പുട്ടുപൊടി വേറെ ലെവലാണ്. ഓൺ പ്രൊഡക്ട്സ് ആണ്, പൊളി സാധനമാണ്, കിടക്കാച്ചി സാധനമാണ്. ഞങ്ങളത് സൂപ്പർ മാർക്കറ്റുകളിൽ മാത്രമല്ല, ഞങ്ങൾ ഓൺലൈൻ ആയിട്ടും ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതൊരു കോംബോ ആയിട്ട് നിങ്ങൾ വാങ്ങാച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. വാട്സപ്പിൽ കമന്റ് പ്രൊമോഷൻ കിട്ടുന്നുള്ളൂ. ഇമ്പളല്ലാതെ വേറെ ആര് പ്രൊമോട്ട് ചെയ്യും? നമ്മളെ കമ്പനി നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണ്ടേ? ആദ്യം ഇമ്പളെന്ന് പ്രൊമോഷൻ ചെയ്യണത്, എന്നിട്ട് ബാക്കിയുള്ളവരെ വിളിക്കാൻ പാടുള്ളൂ. എന്തൊക്കെ പഠിച്ചെന്നറിയോ? ആദ്യമൊക്കെ ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചിന്തിച്ചു, നമ്മളൊരു ലേസിന്റെ പാക്കറ്റ് വാങ്ങി അധികം ആൾക്കാരും എന്തായാലും പാക്കറ്റ് വായിച്ചു നോക്കാൻ നിൽക്കൂല. ഈ തൈര് നമ്മൾ വാങ്ങുമ്പോൾ ഈ പാക്കറ്റ് വന്ന് എക്സ്പയറി ഡേറ്റ് നമ്മൾ നോക്കും. ഇപ്പൊ എന്താ നോക്കി വെച്ചാല് ഇതിപ്പോ ഒരു പാക്കല്ലേ, ഇതിലിപ്പോ എത്ര കളർ യൂസ് ചെയ്തിട്ടാ ഞാൻ ആദ്യം നോക്കിയ 1, 2, 3 വൈറ്റ് പാക്കിന്റെ മേലുള്ള വൈറ്റ് ആണല്ലോ. 3 ബ്ലാക്ക് 4. ഈ 4 കളർ യൂസ് ചെയ്യാൻ ഇത് കുറഞ്ഞ പൈസ ആയിരിക്കുന്നതാണ് എന്റെ കണക്കില്. കാരണം നമ്മുടെ ഒരു പുട്ടുപൊടിന്റെ പാറ്റാണെങ്കിൽ ഒരു പാറ്റിന് GST അടക്കം 6200 റുപ്യ വരും. ഞാൻ അന്വേഷിച്ചാൽ 6200 അപ്പം 6200 × 6 അടിക്കുമ്പോൾ 32,000 36,000 വരും. ചേച്ചേ 32,000 സോറി. അതുകൊണ്ട് എന്തായാലും ആ ബഡ്ജറ്റ് വരും. ഇനീഷ്യൽ കോസ്റ്റ് ആണ്. പിന്നെ ഇതിന്റെ മേലെ നമ്മൾ പൈസ ചെലവാക്കണ്ട. പിന്നെ കവറിന് ചെലവാക്കിയാൽ മതി. പിന്നെ ഈ കവറിന് പിന്നെ നമ്മൾ 150 കിലോ മിനിമം പർച്ചേസ് ആണ്. 150 കിലോ മേടിക്കണം. അപ്പോൾ ഒരു കവറിന് 1 റുപ്യ 2 റുപ്യ വരുള്ളൂ. ഇതാണ് ഏറ്റവും ബഡ്ജറ്റ് കുറഞ്ഞത്. കാരണം നമ്മൾ മറ്റും പറയൂല. കേക്ക് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് മേടിച്ചാണ്ട. അങ്ങനെ ഞാൻ വീട്ടിലെത്തി. ചേച്ചി ഇത് അവിടെ റെഡി ആക്കുകയാണ്. ഞാൻ പറ്റി വീഡിയോ എടുക്കാനുള്ള എൻ്റെ കേക്ക് മുറിച്ച് കഴിച്ചതിന് ശേഷം ഫുഡ് കഴിച്ചതിന് ശേഷം പറ്റി സിനിമ കാണാൻ പോകണം. 4 മണിക്കാണ് ഷോ. ഇപ്പൊ 2:30 ടൈം. എത്ര പേരാണ് നമുക്ക്? അച്ഛൻ വരുന്നുണ്ട്. 9 പേരാണ്. അപ്പൊ വിചാരിക്കുന്നുണ്ടാവും കേക്ക് പെട്ടി വലുതാണല്ലോ അല്ലേ? അല്ല, കണ്ടോ ചെറിയൊരു കേക്കാണ്. പിന്നെ അമ്മ ആദ്യം അമ്മ ഗ്ലാസ് വെച്ച് കൊടുക്ക്. ഞാൻ ബർത്ത്ഡേ ഗേൾസ് ആദ്യം ഗ്ലാസ് വെച്ച് കൊടുത്തു. ഏതാണ് കമോൺ ആദ്യം. ആദ്യം മോനോട് കൂടി കുറച്ചാൽ Happy birthday to you.
മറന്നുപോയി വീഡിയോ എടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ചെയ്യാം ഉറുമ്പ് ഉറുമ്പത് കാടൊക്കെ അത്രയും ജ്യൂസിയാ ഭയങ്കര അല്ലേ അതെന്താ ഫ്രീസറിന്റെ ഇവിടെ എത്തുമ്പോ ഒരു മണിക്കൂറായല്ലോ അയ്യേ അച്ഛാ ഇനി ഇനി തിന്ന് കഴിഞ്ഞിട്ട് ഇത് പരിഞ്ഞു കഴിഞ്ഞമ്മേ മെൽറ്റ് അയക്കുന്നല്ലേ ചേച്ചിയെ ഇവിടെ തോയ് മാന്തുന്ന തിന്ന് കഴിഞ്ഞ് തിന്നലേ ഓ തിന്നോട്ടെ ചോറ് തിന്നോ തോനെ മുറിച്ചെടുത്ത് കൈ പിടിച്ചോ നിരീക്ഷനൊരു കഷ്ണം എടുത്തോ ബിരിയാണി വെച്ചിരുന്നു ഫ്രിഡ്ജിലോട്ട് നിമിഷമായിരുന്നു നിരീക്ഷനെ ആദ്യം തിന്നട്ടെ മുഴുവൻ ഭയങ്കര ഇഷ്ടാ ആദ്യം ഇഷ്ടടാ കേക്ക് ആദ്യമോനെ അതാ കൈ അതെ ഇനി എല്ലാവരും പ്ലേറ്റ് ഇട്ട കോഫിയാണ് ആവശ്യമുള്ളത് ആദ്യം ഇട്ടാ പോയിട്ട് ഈശോയുടെ കീറി പറിച്ചതാ ചക്ക അപ്പൊ ചേച്ചി നമ്മളെ ബിരിയാണി കാണിച്ചു കൊടുത്തിട്ട് ചേച്ചി ഉണ്ടാക്കിയേ മസാല കളി ഞങ്ങൾ വേറെ ടൈപ്പ് ബിരിയാണിയാണ് ഞങ്ങൾ ആദ്യം മസാല ഉണ്ടാക്കി പിന്നെ ചോറുണ്ടാക്കി പിന്നെ തൈരുണ്ട് ഡൈസ് ഇനി ഞങ്ങൾ ഒരു 1.5 വെട്ട് വെട്ടാൻ പോവാണ് ഞങ്ങൾ കുറെ പരിപാടികളുണ്ട് അതൊക്കെ ചെയ്യണമല്ലോ അമ്മ ചേച്ചി ചട്ട വെട്ടി കഴിഞ്ഞ് ഇനി ഞങ്ങളിതൊന്ന് ഒട്ടിച്ചാളുടെ പെട്ടെന്ന് പാത്രത്തിലാക്കിയിട്ട് ഒരു ഓൾറൗണ്ട് ആയിട്ട് കാണിച്ചു കൊടുക്കാം ചേച്ചി യാ കാട്ടെ ഡൈസ് ഹേ ഡൈസ് അപ്പം നമ്മളിതാ ഫുഡ് അടിക്കാൻ പോവാണ് ആദ്യം ലേശം മസാല ഇങ്ങനെ ഇടുക ഒരു കഷ്ണം ഇറച്ചി വിടുന്ന് പറിക്കുക എന്നിട്ട് ഇതിങ്ങനെ കൂട്ടി കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതാ കഴിച്ചോളി ഡൈസ് അപ്പം ഞാൻ അതാ കഴിക്കാൻ പോവാണ് ഒരു തൈര് ചാറ് അടിപൊളി ഗൈസ് അമ്മ ചോദിച്ചാൽ അവിടെ പോയിരിക്കുന്നുണ്ട് ആദ്യം അച്ചാർ വീണടാ അപ്പൊ ഗൈസ് ഞങ്ങൾ ബാക്കി ഫുഡ് അടിച്ചാലേ ഗൈസ് അങ്ങനെ നമ്മൾ അതിരടി ടിക്കറ്റ് ബുക്ക് ചെയ്തു അതിരടി അമ്മയുടെ ഓക്കെ കുറച്ച് സംഭവങ്ങൾ പെട്ടെന്ന് തീർന്നു പോയിട്ടുണ്ട് വേറെ ഒന്നല്ല സിനിമ കാണാൻ വേണ്ടി പോയത് നിങ്ങൾ ചെറിയ ഷോർട്ട് ഉണ്ടല്ലോ അതേ ഉള്ളൂ കാരണം ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇടുമ്പോൾ തന്നെ ടൈമായി അപ്പോൾ പെട്ടെന്ന് മാറ്റൽ പിടിക്കലായി വണ്ടി എടുത്ത് ഓടലായി അവിടെ എത്തി ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത് നേരെ തിയേറ്ററിൽ കയറി ഇതാണ് ഇപ്പോൾ സംഭവിച്ചത് പിന്നെ ഇറങ്ങി വന്ന അവിടുന്ന് ഞാൻ തിയേറ്ററിൽ മുക്കാഭാഗമായപ്പോൾ ഓർഡർ വന്നില്ലേ കമ്പനീൻ്റെ അപ്പോൾ അതിന് വേണ്ടി പിന്നെ ഇറങ്ങി വീഡിയോ ഒന്നും എടുക്കാണ്ട് നേരെ ഒറ്റ പോട്ടായി പാക്കിനായി നമ്മൾ ഡയറക്റ്റ് എപ്പോഴാണ് പറഞ്ഞത് അപ്പം മിക്സ് ചെയ്ത് പാക്ക് ചെയ്തിട്ടാണ് ഞാൻ കൊണ്ടുകൊടുക്കുക പാക്ക് ചെയ്ത് വെക്കില്ല അപ്പം ആ ഒരു ഇതുകൊണ്ട് ഞാൻ പോയിട്ട് പാക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ചേച്ചി പോകേണ്ട ടൈം ആയതുകൊണ്ട് ചേച്ചി അമ്മേനെയും കൂട്ടി പോയി എന്നിട്ട് അവിടെ ഞാൻ അമ്മേനെയും കൂട്ടിയിട്ടാണ് എന്നോട് പോകുന്നത് അപ്പം അമ്മക്ക് നേരത്തെ എണീക്കുന്നതുകൊണ്ട് അമ്മ നേരത്തെ ഉണങ്ങണം അപ്പോൾ അതുകൊണ്ട് അമ്മ കടന്നുറങ്ങി ഞാൻ ഫുഡൊക്കെ കഴിച്ചതാ അമ്മൻ്റെ ബർത്ത്ഡേന് കേക്ക് ഇങ്ങനെ വല്ല വല്ല ചെറിയ കേക്കാണോ ചോദിച്ചത് അപ്പോൾ ചെറിയ പീസ് ഉണ്ടായിരുന്നു അത് തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ഇപ്പോൾ വന്നത് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പം അമ്മൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഇതിലടി പൊളിച്ചുള്ള വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബായ്.